ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം തിങ്. നമ്മൾ ഇന്ന് മാത്സ് പസിലാണ് ചെയ്യുന്നത്. ഫൈൻഡ് ദ നമ്പേഴ്സ്, അതായത് എ ബി സി ഡി ഇവയുടെ വില കണ്ടെത്താം. ഹൊറിസോണ്ടൽ വൈസ് 2 ഇക്വേഷനും വെർട്ടിക്കൽ വൈസ് 2 ഇക്വേഷൻ നമുക്ക് 4 ഇക്വേഷൻ കിട്ടും. ആദ്യം നമുക്ക് 4 ഇക്വേഷനും ഇവിടെ എഴുതാം. എ പ്ലസ് ബി ഈക്വൽസ് 7, ഇക്വേഷൻ നമ്പർ 1. എ പ്ലസ് സി ഈക്വൽസ് 10, equation number 2. C minus D equals 1, equation number 3. അടുത്ത B plus D equals 7, equation number 4. നോക്കിയേ, ഒന്നാമത്തെ ഇക്വേഷനിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ ആരുണ്ട്? എ ഉണ്ട്. നോക്കിയേ, കോമൺ ആയിട്ട് എ ഉണ്ട്. മൂന്നാമത്തേലും നാലാമത്തേലും കോമൺ ആയിട്ട് എന്തുണ്ട്? ഡി ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത് 1 - 2. അപ്പം എ പ്ലസ് ബി ഈക്വൽസ് 7, എ പ്ലസ് സി ഈക്വൽസ് 10 നമ്മൾ സബ്ട്രാക്ട് ചെയ്യാണ്. ഇതങ്ങ് ക്യാൻസൽ ആവും. ബി മൈനസ് സി ഈക്വൽസ് ബി മൈനസ് 3 ഈക്വൽസ് -3 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കുന്നു. ഇനി അടുത്ത നമുക്ക് പുറത്തോട്ട് എഴുതാം. 3 4 ആഡ് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 3 + 4, ഇക്വേഷൻ നമ്പർ 3 + 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സി മൈനസ് ഡി ഈക്വൽസ് 1 എന്നും ബി പ്ലസ് ഡി ഈക്വൽസ് 7 എന്നാണ് ഇക്വേഷനിൽ ഉള്ളത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതങ്ങ് പോവും. നമുക്ക് എന്ത് കിട്ടും? ബി പ്ലസ് സി ഈക്വൽസ് 8 എന്ന് കിട്ടും. ഇക്വേഷൻ നമുക്ക് ബി എന്ന പേര് കൊടുക്കാം. എ എന്ന ഇക്വേഷനും ബി എന്ന ഇക്വേഷനും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ബിയുടെയും സിയുടെയും വില കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എയും ഡിയും ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് നോക്കാം. ഈ ഇക്വേഷൻ കൂടി ഇവിടെ കൊണ്ടുവരിക. ബി മൈനസ് സി ഈക്വൽസ് -3. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഇക്വേഷൻ എ ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസലായി പോകും. ബി പ്ലസ് ബി 2b ഈക്വൽസ് 8 - 3 5. ബി ഈക്വൽസ് 5/2 ഈക്വൽസ് 2.5 എന്ന് കിട്ടും. അപ്പം നമുക്ക് ബിയുടെ വാല്യൂ കിട്ടി. എത്രയെന്ന് കിട്ടി? 2.5 എന്ന് കിട്ടി. ഇനി ബി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എ കിട്ടത്തില്ലേ? എ പ്ലസ് ബി 7. Therefore a is equal to 7 - 2.5. 7 - 2.5 എത്രയാണ്? എത്ര വരും? 4.5 എന്ന് വരും. ഇനി നമുക്ക് സിയും ഡിയും ആണ് കിട്ടാനുള്ളത്. ഞാനിതങ്ങ് മായ്ക്കുവാണ്. ഈ പാർട്ട് മായ്ക്കുവാണ്. ഇനി സിയും ഡിയും കിട്ടണം. ഇവിടെ നോക്കിക്കേ, ബി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 7 ആണ് അല്ലേ? നമുക്ക് എയും കിട്ടി ബിയും കിട്ടി. അപ്പം ബി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 7. ബി എത്ര കിട്ടിയ? 2.5 പ്ലസ് ഡി ഈക്വൽസ് 7. അപ്പോൾ ഡി എത്ര വരും? 7 - 2.5 ഈക്വൽസ് എത്ര വരും? 4.5 എന്ന് വരും. ഇനി നമുക്ക് സി മൈനസ് ഡി ഈസ് ഈക്വൽ ടു 1. ഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സി മൈനസ് 4.5 ഈക്വൽസ് 1. therefore സി ഈസ് ഈക്വൽ ടു, ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആവും. എത്ര കിട്ടും? 5.5 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാത്തിൻ്റെയും വില കിട്ടി. എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വില നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയ വിലകളൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. എത്ര? എ 4.5, ബി 2.5, സി 5.5, സി 5.5, D
4.5. ഈ വിലകളെല്ലാം നമുക്ക് കൊടുത്തത് ശരിയായി വരുന്നുണ്ടോ എന്ന് നോക്കാം. എ പ്ലസ് ബി 4.5 പ്ലസ് 2.5 7 കിട്ടുന്നു. എ പ്ലസ് സി 10. എയും സിയും കൂടെ 4.5 പ്ലസ് 5.5 എത്ര കിട്ടും? 10 കിട്ടും. ഇനി ബി പ്ലസ് ഡി 7 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കിക്കേ. 2.5 പ്ലസ് 4.5 എത്ര? 7 കിട്ടും. സി മൈനസ് ഡി ഈക്വൽസ് 1. 5.5 മൈനസ് 4.5 1. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ആൻസറായി. അപ്പോൾ ഈ പസിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി വേറൊരു പസിലുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും വരേക്കും ബൈ. ഓക്കെ.